ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നറൂട്ടോ സീരീസിലെ സായിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് സായി, സായി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ തുടങ്ങിയ ഫാക്ട്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. സായി റൂട്ട് ടീമിലുണ്ടായ ഒരാളാണ്. ഈ റൂട്ട് എന്നത് അൻപ് പോലെ മറ്റൊരു ടീമാണ്. ഇതിന്റെ ഹെഡ് ഡാൻസോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സായിയെ ട്രെയിനിങ് ചെയ്തതും ഡാൻസോ ആണ്. ഈ ഒരു റൂട്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഫീലിങ്സ് ഉണ്ടാകരുത്, അങ്ങനെയാണ് അവർ ട്രെയിനിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ത് കമാൻഡാണോ കിട്ടുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എതിർത്ത് പറയാതെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ ഒരു ഫീലിങ്സും ഇല്ലാതെ അത് ചെയ്യും. അങ്ങനെയാണ് ഡാൻസോ ഇവർ ട്രെയിനിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവരുടെ നാവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കേഴ്സീല് കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് നോക്കിയാൽ റൂട്ട് ഗ്രൂപ്പിനെ കുറിച്ചോ ഡാൻസോയെ കുറിച്ചോ എന്തെങ്കിലും മോശമായി അല്ലെങ്കിൽ തെറ്റായി പറഞ്ഞാൽ ആ ഒരു സീല് ആക്ടിവേറ്റ് ആകും. ആക്റ്റീവ് ആയാൽ അവർക്ക് സംസാരിക്കാനോ അനങ്ങാനോ ഒന്നും തന്നെ കഴിയില്ല. സായിയുടെ നാവിലും ഈ ഒരു സീല് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സായി ജനിച്ച സമയത്ത് അവൻ ഒരു ഐഡന്റിറ്റി പോലും ഉണ്ടായിരുന്നില്ല, അതായത് ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഒരു ടീമിൽ ചേർന്നപ്പോഴാണ് സായിക്ക് പേരും കാര്യങ്ങളൊക്കെ വെച്ചത്. അതുപോലെ സായി തുടക്കത്തിൽ ഈനോയെ കാണുമ്പോൾ അവളോട് ഇഷ്ടമൊന്നും തോന്നിയില്ല. പിന്നീട് സീരീസിന്റെ അവസാനം എത്തിയപ്പോൾ ഈനോയെ തന്നെ മാരേജ് ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷമാണ് സായിക്ക് സായി യാമനാക്ക എന്നൊരു പേര് വരുന്നത്. ഇനി സായി ആൻഡ് ഷിൻ രണ്ടുപേരും ബ്രദേഴ്സ് ആയിരുന്നു. എന്നാൽ ഇവർ ഓൺ ബ്രദേഴ്സ് അല്ല. റൂട്ടിൽ നമ്മുടെ സായി ട്രെയിനിങ് ചെയ്യുന്ന സമയത്താണ് ഷിന്നും ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് രണ്ടുപേരും ഒരുമിച്ചാണ് ട്രെയിനിങ് ചെയ്തത്. പക്ഷേ ഇവർക്കിടയിൽ ഫീലിങ്സ് ഇല്ല, ഈഗോ ഇല്ല. ആ ഒരു മെത്തേഡിലാണ് ഇവർ ട്രെയിനിങ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാൽ കൂടി രണ്ടുപേർക്കും ആ ഒരു ബ്രദർ ബോണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ട്രെയിനിങ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഡാൻസോ രണ്ടുപേർക്കും ഇടയിൽ ഒരു ബാറ്റിൽ വെക്കുന്നു. അതായത് രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഒരാൾ സർവൈവ് ചെയ്യണം, മറ്റൊരാൾ മരിക്കുകയും ചെയ്യും. എന്നാൽ ഷിന്നിന് ആ ഒരു ഇൽനെസ് ഉള്ളത് കൊണ്ട് ഷിന്ന് തന്നെ ഇവിടെ മരിക്കുന്നു. രണ്ടുപേർക്കും ഇമോഷൻസ് ഇല്ലെങ്കിലും ആ ഒരു ബ്രദർ ബോണ്ട് ഇവരെ കുറച്ച് നിരാശരാക്കി. ഇനി സായി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന ബോധം പുള്ളിക്കാരനില്ല. സായിക്ക് എന്താണ് തോന്നുന്നത് അതങ്ങ് ഡയറക്റ്റ് സംസാരിക്കും. ഇത് നമുക്ക് സീരീസിൽ വളരെയധികം ഫണ്ണായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് സാക്കുറെ കാണുമ്പോൾ അഗ്ലി എന്ന് പറയുന്നതും ചോജിയെ കാണുമ്പോൾ തടിയൻ എന്ന് പറയുന്നതൊക്കെ. ഇനി ഈ റൂട്ട് ഗ്രൂപ്പിലെ ലാസ്റ്റ് ജനറേഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഷിനോബി സായിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മിഷൻസ് ഒക്കെ സായിക്കാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ സായിയുടെ ജുട്സും ടെക്നിക്കൊക്കെ വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് കാണിച്ചു തന്നത്. നമുക്കറിയാം, ഒരു ഡ്രോയിങ് ആർട്ട് വെച്ചാണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്നത്. ഒരു ബാറ്റിൽ വരുന്ന സമയത്ത് പവർഫുൾ ആയി ഫൈറ്റ് ചെയ്യാൻ സായിക്ക് കഴിയും. ആ രീതിയിലാണ് ഡാൻസോ സായിയെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. ആദ്യമായി സായി ടീം 7-ൽ ചേർന്നപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്താണ്, എങ്ങനെ ഇത് വർക്കാകും എന്നൊന്നും ഒരു ഐഡിയ നമ്മുടെ പുള്ളിക്കാരനില്ല. ആദ്യമായി ഇതൊക്കെ കാണുമ്പോൾ സായിക്ക് ഭയങ്കര വിയേർഡായിട്ടാണ് ഇത് തോന്നുക. കാരണം റൂട്ട് ഗ്രൂപ്പിൽ ഇതുപോലൊന്നും സായി ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ സായി ആണെങ്കിൽ കക്കാഷിയോട് എപ്പോഴും ഒരു റെസ്പെക്ട് കൊടുത്തിരുന്നു. അതായത് നമ്മുടെ കക്കാഷി അൻപൂലുണ്ടായ കാര്യം നമ്മുടെ സായിക്ക് അറിയാം. അതുകൊണ്ട് കക്കാഷിയെ കാണുമ്പോൾ സെൻപായ് എന്നാണ് വിളിക്കാറ്. അതായത് ഈ ഒരു സെൻപായ് എന്നത് സീനിയർ. അതുപോലെ സീരീസിൽ എല്ലാ ഷിനോബീസും ഏതെങ്കിലും രീതിയിൽ ബിസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കക്കാഷിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ബുക്ക് വായിക്കുന്നതും നമ്മുടെ ചോജിയൊക്കെ ഇടയ്ക്ക് പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നത് പോലെ ഇവിടെ സായി ആണെങ്കിൽ ഫ്രീ ടൈമിൽ പടം വരക്കുന്ന രീതിയിലാണ് കാണിച്ചു തന്നത്. എന്നാൽ സായിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സായിയുടെ ട്രെയിനിങ് ആണ്. ഒരു ബാറ്റിൽ നടക്കുന്ന സമയത്ത് കാമായി ഇരിക്കാൻ കഴിയും, ചെറിയ ചെറിയ വിഷയങ്ങൾ നോട്ട് ചെയ്യാൻ കഴിയും. ടീം 7 എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാകും. കള്ളം പറയുന്നവനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊക്കെ സായിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഡാൻസോയുടെ ആ ഒരു ഒറ്റ ട്രെയിനിങ് കൊണ്ടാണ്. അപ്പോൾ സായിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ സായിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ വരാം.